ബഹുമാന്യപ്പെട്ട NSS ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ 1977 NSSന്റെ പ്രതിനിധി സഭാ മെമ്പറായി പത്തനംതിട്ടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ഞാൻ പെരുന്നയിലെത്തിയ കാലം മുതൽ അങ്ങേക്ക് എന്നെയും എനിക്ക് അങ്ങയെയും അറിയാം. ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ കൈ കൂപ്പി പ്രാർത്ഥിക്കുകയാണ്, ദയവായി അങ്ങ് രാജിവെച്ച് ഒഴിയണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചതിൻ്റെ കാരണം നായർ സർവീസ് സൊസൈറ്റിയുടെ സിസ്റ്റത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ടാണ്. അങ്ങ് ആ കസേരയിൽ ഇരിക്കുന്നതും തുടരുന്നതും അങ്ങേക്ക് നായർ സമുദായത്തിലുള്ള സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങയുടെ വ്യക്തിവൈഭവം കൊണ്ടോ അല്ലെന്ന് അങ്ങേക്കുമറിയാം, എനിക്കുമറിയാം, കേരളത്തിലെ എല്ലാ നായന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. ബഹിരാകാശത്തേക്ക് ആദ്യം പോയ ജീവി ലെയ്ക്ക എന്ന പട്ടിയാണ്. ലെയ്ക്ക ബഹിരാകാശത്തേക്ക് പോയി തിരിച്ച് ഭൂമിയിലെത്തിയത് ലെയ്ക്കയുടെ മിടുക്കല്ല, ആ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക് ആ കസേരയിലേക്ക് ഒരാൾ എത്തിയാൽ എത്ര കാലം ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നോ അത്രയും കാലം തുടരാം എന്നത് ആ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നത്, ദയവായിട്ട് അങ്ങ് രാജിവെച്ച് ഒഴിയണം എന്ന്. അമ്പലപ്പുഴ പാൽപ്പായസവും അവിയലും കഴിച്ച് ഏമ്പക്കവും വിട്ട് ഈ ബാലൻസ് ഷീറ്റ് അങ്ങാടിയാണോ പച്ചമരുന്നാണോ എന്ന് അറിയാതെ സർവാത്മന പിന്തുണയും പ്രഖ്യാപിച്ച് വീട്ടിലേക്ക് പോയ 300 മിണ്ടാപ്രാണികളിലൂടെ അങ്ങ് വാചാലമായ പ്രബുദ്ധമായ നായർ സമുദായത്തെ ദയവായി കാണരുത്. അങ്ങ് കാണിച്ച അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥിതിയും പ്രബുദ്ധമായ ഈ നായർ സമുദായം ക്ഷമിച്ചതിൻ്റെ കാരണം അല്ലെങ്കിൽ നിശബ്ദമായി സഹിച്ചതിൻ്റെ കാരണം 300 മിണ്ടാപ്രാണികളെ പെരുന്നയിൽ നടക്കിയിരുത്തിയതിൻ്റെ പ്രായച്ചിത്തമായിട്ടാണ്. അതാണ് ഇന്നും ഈ സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങ് എന്തെല്ലാം ചെയ്തു, അങ്ങയുടെ NSS ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ അങ്ങ് എന്തെല്ലാം ചെയ്തു എന്ന് ആലോചിച്ച് നോക്കണം. അങ്ങ് കാണിച്ച സ്വജനപക്ഷപാതം, അങ്ങയുടെ ഭാഗത്തുണ്ടായിരുന്ന കെടുകാര്യസ്ഥത, അങ്ങയുടെ ഭാഗത്തുണ്ടായ അഴിമതി, NSSൻ്റെ ചരിത്രത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടോ എന്ന് സ്വയം അങ്ങൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങയുടെ മകനെ, മകളെ, മരുമക്കളെ എല്ലാം നായർ സർവീസ് സൊസൈറ്റിയിൽ നല്ല സ്ഥാനങ്ങളിൽ നല്ല ശമ്പളത്തിലിരുത്തി സമുദായം അത് ക്ഷമിച്ചു. അങ്ങയുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ 3 മക്കളെയും മരുമക്കളെയും NSSൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ നിയമിച്ചു. അതും ഈ സമുദായം ക്ഷമിച്ചു. കന്യാകുമാരിയിൽ ഉദയവും അസ്തമയവും കാണാൻ കഴിയുന്ന വളരെ അപൂർവമായ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അത്തരം കണ്ണായ ഒരു സ്ഥലത്താണ് നായർ സർവീസ് സൊസൈറ്റിക്ക് 27 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നത്. ആ സ്ഥലം അങ്ങ് നിസ്സാരമായ വിലയ്ക്ക് വിറ്റുതുലച്ചു. അത് ഈ സമുദായം കണ്ടില്ല എന്ന് നടിച്ചു. നാഗർകോവിലിലെ നായർ സർവീസ് സൊസൈറ്റിക്കുണ്ടായിരുന്ന അയ്യപ്പ കോളേജ്, ഇന്ന് ആ സ്ഥാപനം നായർ സർവീസ് സൊസൈറ്റിയുടെ കയ്യിലില്ല. NSS നായർ സമുദായം അതും ക്ഷമിച്ചു. ചേർത്തല NSS കോളേജിൽ ഉണ്ടായിരുന്ന വളരെ വിശാലമായ സിലിക്ക മണൽ, ആ കോളേജിൻ്റെ കോമ്പൗണ്ടിന് ചുറ്റുമുണ്ടായിരുന്ന വിശാലമായ സിലിക്ക മണൽ, ഇതിൽ 917 മെട്രിക് ടൺ സിലിക്ക മണൽ അത് മോഷണം പോയതിന്, അത് കടത്തിക്കൊണ്ട് പോയതിന് നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിക്ക് 7,13,161 രൂപയാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് പിഴയായി ചുമത്തിയിരിക്കുന്നത്. അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയുമോ? NSSൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടല്ലേ ഒരു ജനറൽ സെക്രട്ടറി മണൽ കടത്തിക്കൊണ്ട് പോയതിന് പിഴ വിധിക്കപ്പെടുന്നത്? അങ്ങ് ആലോചിച്ച് നോക്കണം. ഇതെല്ലാം ഈ സമുദായം ക്ഷമിച്ചില്ലേ? ഇത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു കലാപം, ഇത് നിറഞ്ഞിരിക്കുന്ന കതിനയിലേക്ക് വെച്ച ഒരു തീപ്പെട്ടിക്കൊള്ളി മാത്രമാണ്. അങ്ങയുടെ കെടുകാര്യസ്ഥതയിൽ, സ്വജനപക്ഷപാതത്തിൽ, ഏകാധിപത്യത്തിൽ, ധാർഷ്ട്യത്തിൽ, ധിക്കാരത്തിൽ മനസ്സ് നൊന്തിരുന്ന ഒരു സമുദായത്തിൻ്റെ പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമാണ് അങ്ങ് സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടിലൂടെ സമുദായത്തിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കരയോഗങ്ങളിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രതിഷേധം ദയവായി അങ്ങ് കാണാതിരിക്കരുത്. മന്നത്ത് പത്മനാഭൻ ഇരുന്ന കസേരയിൽ ആരിരുന്നാലും നായർ സമുദായം അവരെ അംഗീകരിക്കും, ആദരിക്കും, ബഹുമാനിക്കും, അനുസരിക്കുകയും ചെയ്യും. ചിലർ ആ കസേരയിൽ ഇരിക്കുമ്പോൾ കസേരയുടെ വലിപ്പത്തിന് ഒത്ത് അവരും ഉയരും. ചിലർ ആ കസേരയിൽ ഇരുന്നാൽ അവരുടെ അല്പത്വത്തിനനുസരിച്ച് ഈ കസേരയെ ചെറുതാക്കും. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള നായർ സമുദായം കണ്ട
ഏറ്റവും നല്ല ജനറൽ സെക്രട്ടറി കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയായിരുന്നു. അദ്ദേഹം ആ കസേരയ്ക്കത്ത് ഉയർന്ന പ്രതിഭാധനനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു, ഒരു സമുദായ നേതാവായിരുന്നു. NDP എന്ന ഒരു രാഷ്ട്രീയ സംഘടന നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചപ്പോൾ 8 സ്ഥാനാർത്ഥികളെ നിർത്തി 6 സ്ഥാനാർത്ഥികളെ അദ്ദേഹം വിജയിപ്പിച്ചെടുത്തത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും കലുഷിതമായ ഒരു കാലഘട്ടത്തിലായിരുന്നു എന്ന് അങ്ങേക്കും എനിക്കും അറിയാവുന്ന കാര്യമാണ്. ആനയ്ക്കും കുഴിയാനയ്ക്കും പേരിൽ മാത്രമാണ് സാദൃശ്യം. അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിടാം. അങ്ങേക്ക് പ്രായമായി, ആരോഗ്യക്കുറവുണ്ട്. അതിലെല്ലാം ഉപരിയായിട്ട് നായർ സർവീസ് സൊസൈറ്റിയുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും ഐക്യത്തിനും അങ്ങ് രാജിവെച്ച് ഒഴിയുന്നതാണ് നല്ലത്. ഒരാധ്യാത്മിക ആചാര്യൻ ഒരിക്കൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നു. അത് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ അവൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ആദ്യത്തെ കാര്യം ആരോഗ്യത്തോടുള്ള ആയുസ്സാണ്. രണ്ടാമത്തെ കാര്യം അഭിമാനത്തോടെയുള്ള ജീവിതമാണ്. മൂന്നാമത്തെ കാര്യം ശാന്തമായ മരണമാണ്. ഞാൻ കൈകൂപ്പി അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. അഭിമാനത്തോടെയുള്ള ജീവിതമാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ ദയവായി നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അങ്ങ് രാജിവെക്കണം. ഈ സമുദായത്തിന് അന്തസ്സായി തലയുയർത്തി ജീവിക്കുവാനുള്ളൊരവസരം ദയവായി അങ്ങ് ഉണ്ടാക്കിത്തരണം എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളൂ. നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു അംഗമായിരുന്ന അല്ലെങ്കിൽ ഒരു അംഗമാണ് എന്നുള്ള നിലയാണ് ഞാൻ അങ്ങയോട് ഇത് അഭ്യർത്ഥിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.